അവന്റെ ആഭരണവും 5000 രൂപയും, അല്ലെങ്കിൽ ഇന്നത്തെ നിലവാരം വെച്ച് 15 കറവ പശു. അതെന്താടോ ആ കണക്ക്? ചെക്കന്റെ അപ്പന് കാലിച്ചന്റെ പൊരുത്ത, അതാ പണമായിട്ടില്ലെങ്കിൽ പശുവായിട്ടായാലും മതി എന്ന് പറഞ്ഞു. ചെക്കനോ? റെയിൽ വണ്ടിക്ക് കൊടി കാണിക്കണ പണിയാ. ആഹാ, ഏതായാലും ഇത്രയും കൊടുത്തിട്ട് ഇങ്ങനൊരു ബന്ധം വേണ്ട. അയ്യോ, ഇതിലും കുറയ്ക്കണമെന്ന് ആര് പറഞ്ഞു? കണ്ണയ്യന്റെ അല്ല പെണ്ണ്, മാടമ്പിപ്പെരയിലെ മാണിക്കന്റെ പെങ്ങളാ. മാടമ്പിപ്പെരയിലെ പെണ്ണിന് ചേർന്ന ഒരു ബന്ധമല്ല ഇത്. കൊച്ചമ്പ്രാൻ എന്തൊക്കെ പറയണത്? ഇവിടെ വന്ന് മാണിക്കൻ, അവന്റെ പെങ്ങള് എന്റെയും പെങ്ങളാ. 20 പവന്റെ ആഭരണവും 25,000 രൂപയും കൊടുക്കാം. ചേലത്തെ ഒരു ചെക്കനെ കണ്ടുപിടിച്ച് ഉറപ്പിച്ചോളൂ. കണ്ണയ്യൻ ഇനി കല്യാണക്കുറിയും കൊണ്ട് ഇങ്ങോട്ട് വന്നാ മതി, കൂടുതലൊന്നും ചോദിക്കണ്ട. കൊച്ചമ്പ്ര, അത്രക്കൊക്കെ വേണോ? മാടമ്പിക്കാര് വാക്ക് പറഞ്ഞ വാക്കാ. എന്താ സംശയമുണ്ടോ? അതില്ല. ഈ കൊല്ലം ഈ മുറ്റത്ത് കുറെ പന്തല് പോകും. എല്ലാം കൂടെ ഒരുമിച്ചായാൽ എന്താന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്തോ ആലോചിച്ചല്ലോ. ആ, കണ്ണയ്യന് വഴിച്ചതിനുള്ള പണം വേണ്ടേ? സർക്കാർ പണിക്കുണ്ടോടാ മാടമ്പിപ്പരയിലെ അടുക്കള പണിയുടെ മാഹാത്മ്യം? അന്നിയുള്ളവരാ. പൂജിക്കണം, പൂവിട്ട് പൂജിക്കണം. പൂജിക്കണം. താലിയും മാലയൊക്കെ പറച്ചിക്കാവി കൊണ്ടുപോയി പൂജിക്കണം. അതൊക്കെ നിശ്ചയം കഴിഞ്ഞിട്ട്. എങ്കിലും എന്റെ കൃഷ്ണ, ഇത്രയും കാലം ഈ പെണ്ണ് ഈ വീട്ടിലുണ്ടായിട്ട് നിന്റെ മനസ്സിൽ ഇവളായിരുന്നു എന്ന് എനിക്ക് തോന്നിയില്ലല്ലോ. അച്ഛൻ അറിഞ്ഞു തന്നെയാ നിനക്ക് പേരിട്ടിരിക്കണേ. കൊള്ള കൃഷ്ണനാണ്. ഞാൻ പോലും അറിയാതെ എന്തൊക്കെയാ ഒരുക്കിയിരിക്കണേ. ആദ്യായിട്ടാ ഒരു പെണ്ണ് വേണമെന്ന് തോന്നിയത്. അപ്പൊ തിമ്മയ്യൻ പറഞ്ഞു കർക്കിടകം കഴിഞ്ഞിട്ട് എല്ലാരോടും പറഞ്ഞാ മതിയെന്ന്. ഇതിനെന്തെങ്കിലും മുടക്കം വന്നാ പിന്നെ എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവില്ല. ഇതിനിപ്പോ എന്ത് മുടക്കുണ്ടാവാനാ? ഒന്നുമില്ല. എന്നാലും പെങ്ങക്ക് പെണ്ണെ ഇഷ്ടപ്പെട്ടോ? ലക്ഷ്മി അല്ലേ അവള്? ഇനിയിപ്പൊ മൂദേവി ആയാലും നിനക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ലക്ഷ്മിയാ. ആ പെങ്ങള് ആ മാണിക്കനോട് ഒന്ന് പറയണം. അവനും തുമ്പിയും തമ്മിൽ കണ്ട കീരിയും പാമ്പും പോലെ. ഇനി നമ്മളെല്ലാം ഒരു കൂരയ്ക്ക് കീഴിൽ കഴിയേണ്ടവരല്ലേ? ഇതൊക്കെ അറിയുമ്പോഴേ അവന്റെ മനസ്സ് മാറില്ലേ? അവന്റെ ഏട്ടത്തിയമ്മയല്ലേ? തോളിലേറ്റി നടക്കും അവൻ. ഞാൻ ഇതൊക്കെ അവളെ ഒന്ന് കാണിച്ചിട്ട് വരാം. ഇവിടെ ഒരു പ്രേമം ഒളിച്ചു നടക്കുന്നത് ഞാൻ അറിഞ്ഞു. രണ്ടുപേരും കൂടി എന്നെ കളിപ്പിക്കുകയായിരുന്നു. സമയമായി. ദാ കല്യാണത്തിന്റെ പുടവയും താലിയൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നു എന്റെ പൊന്നനിയൻ. ഇനി കുരവേ മേളോ മാത്രം മതി. മാണിക്കന്റെ അപ്പനോട് പറയണ്ടേ? തമ്പ്രാൻ ചേട്ടന്റെയും പെങ്ങടെയും കെട്ട് കഴിഞ്ഞിട്ട് മതി ഞങ്ങളുടെ എന്നാ മാണിക്ക എന്നോട് പറഞ്ഞത്. നീ എന്താ കുട്ടി പറയണേ? തമ്പ്രാൻ ചേട്ടന്റെ മനസ്സിൽ ഏതോ ഒരു പെണ്ണുണ്ടെന്നും ഉടനെ അത് നടക്കുന്ന മാണിക്യം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാവാം ഞങ്ങൾ തമ്മിലുള്ള ഇഷ്ടം അപ്പനോടും തമ്പ്രാട്ടിയോടും പറയുന്നതെന്ന് മാണിക്യം പറഞ്ഞു. അതാ ഞാനും ഇക്കാര്യം ഒളിച്ചു വെച്ചത്. നീയും മാണിക്കനും തമ്മിൽ ഇഷ്ടമാണെന്ന് കൃഷ്ണൻ അറിയോ? എന്നെ കൂടെ കൂടെ കളിയാക്കും. അതുകൊണ്ടല്ലേ ഞങ്ങളറിയാതെ ചേട്ടൻ ചെയ്തത്. ഇതറിയുമ്പോ മാണിക്കൻ അന്തിച്ചു പോകും. ഏതായാലും നീ ഇപ്പൊ ഇതൊന്നും മാണിക്കനോട് പറയണ്ട. കൃഷ്ണൻ തന്നെ നേരിട്ട് പറഞ്ഞോട്ടെ. അവന്റെ മനസ്സിൽ എന്തൊക്കെയാ ഉദ്ദേശമെന്ന് നിനക്കറിയില്ലല്ലോ. ശരി, ഞാനൊന്നും പറയുന്നില്ല. എന്താ? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ വെച്ചോ? വീട്ടിൽ വെച്ചാവുമ്പോ പറ്റില്ല. അതുകൊണ്ടാ നിന്നെ കൂട്ടി അമ്പലത്തിലേക്ക് പോകുന്നു. മാത്രല്ല, തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് ചെയ്യും മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചാൽ കുറ്റബോധം ഏറുമ്പോ ഭഗവാനെ കൂട്ടുപിടിച്ച് ആശ്വസിക്കാലോ. അമ്മ എന്തൊക്കെ പറഞ്ഞു? പെറ്റമ്മ അല്ലെങ്കിലും പോറ്റമ്മയുടെ ബലം നീ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. എന്നെ അങ്ങനെയാണോ അമ്മ കണക്കാക്കി? കാര്യം പറയൂ. നിനക്ക് കാർത്തുമ്പിയെ ഇഷ്ടമാണെന്ന് അമ്മയ്ക്കറിയാം. നീ അത് മറക്കണം. അവളെക്കാൾ ഇഷ്ടമല്ലേ നിനക്ക് എന്നെ? നിന്റെ തമ്പ്രാൻ ചേട്ടനെ ഞങ്ങൾക്ക് വേണ്ടി നിനക്ക് അത്രയും ചെയ്തുകൂടെ? പക്ഷെ അവൾ എന്ത് തെറ്റ് ചെയ്തു? തെറ്റവളല്ല ചെയ്തത്, എന്റെ അനിയന്. ആദ്യമായിട്ടൊരു പെണ്ണിനെ മോഹിച്ചു. ഒരു പൊട്ടനെ പോലെ പൊന്നും വളയും പുടവയും ഒക്കെ വാങ്ങി കല്യാണത്തിന് കച്ച കെട്ടിയിരിക്കുക. പുതിയ കളിപ്പാട്ടം കിട്ടിയ കുട്ടികളെ പോലെ തുള്ളിച്ചാടുന്ന അവന്റെ മനസ്സറിയുന്നില്ല. അവൻ ആഗ്രഹിക്കുന്ന പെണ്ണിന്റെ മനസ്സിൽ നീയാണെന്ന്. सहिकिल्ला मोने ऐसा नहीं करना चाहिए ना सर। केवल उसी के चाहने से थोड़ा होता है। वो लड़की थोड़ा चाहती है उसे, वो लड़की तो इसे चाहती है,
से फोर्सफुली थोड़ी करेंगे शादी। हाँ वही तो നിന്നെ മറക്കാൻ അവളോടും പറയണം. അവനൊരു കുടുംബമായി കാണാനുള്ള എന്റെ കൊതി നിനക്കറിയില്ലേ? മറ്റൊരു മാർഗവും ഇല്ലാഞ്ഞിട്ട് അനുസരിക്കണം. ഇല്ലെങ്കിൽ ഈ അമ്മ നിന്നെ ശാപിക്കും. കന്നാലി കച്ചവടം പോലെ തമ്പ്രാക്കന്മാരുടെ മുമ്പില് ये भी उससे झूठ बोलेगा। ചന്തയിൽ നിന്ന് ചുളു വിലയ്ക്ക് വാങ്ങും. നിറയെ പുല്ലും കാടിയും തന്ന് തടിവെപ്പിക്കും. ഉഴുത്തിലിട്ടാവണം കറന്നെടുക്കും. എപ്പോഴാ ലാഭം തോന്നിയാൽ കണ്ണും പൂട്ടിപ്പിക്കും. കൊല്ലാനാണോ വളർത്താനാണോ കൊണ്ടുപോകുന്നത് ചോദിക്കാറില്ല. അതുകൊണ്ടാ പറഞ്ഞത്. അങ്ങനെയുള്ളവരുടെ വാക്കും വിശ്വസിച്ച് ഇപ്പൊ നിന്നെ കെട്ടാൻ എന്നെ കൊണ്ടാവില്ല. എന്തെങ്കിലും ഉണ്ടാവട്ടെ എന്നിട്ട് ആലോചിക്കാം. ഇങ്ങനെയൊന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ലല്ലോ. എന്നും ഒരുപോലെ സംസാരിക്കുന്ന മനുഷ്യന്മാരെ എവിടാ നീ കണ്ടിട്ടുള്ളത്? ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞോളൂ, ഞാൻ പൊയ്ക്കോളാം എന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. കാർത്തുമ്പി കരയണ്ട. നടക്കേണ്ടതൊക്കെ നടന്നോളൂ. എൻ്റെ അപ്പൻ എപ്പോഴും പറയും, നമ്മളല്ല മുകളിൽ ഒരാളുണ്ട് എല്ലാം തീരുമാനിക്കാനെന്ന്. അങ്ങനെ വിശ്വസിച്ചോളൂ. अच्छा सुन लिया इसने वो सुन लिया। ആര് പറഞ്ഞു? ഞാള് പറയുന്നു. ആ നേര് പറയുന്ന തത്തയായിരുന്നേല് എല്ലാരും കൂടി തമ്പ്രാനെ ചതിക്കണ കാര്യം ആ തത്ത എന്താ പറയാത്ത? എന്നെ ചതിക്ക്. ആരെ? ഞാള് പറയൂല അമ്പ്ര. പറഞ്ഞാലും തമ്പ്രാൻ വിശ്വസിക്കൂല. എന്താന്ന് വെച്ചാ പറഞ്ഞു തുടങ്ങടാ. ഞാള് പറയൂല അമ്പ്ര. കണ്ണ് കണ്ടത് കാത് കേട്ടത് മുഴുക്ക പറയാന് ഞാക്ക് പേടിയാമ്പോ. ഞാളൊന്നു പറയാ, ഇക്കണ്ട കാലം മുഴുക്ക തമ്പ്രാൻ പാല് ये मोहनलाल को पहले से पसंद नहीं करता ना। മാണിക്ക് ഓരോരു കരിമൂർക്കന. മാണിക്കിനെ പറ്റി വല്ലതും പറഞ്ഞാണല്ലോ അടിച്ചു നിന്റെ കൊന്നുകളാ ഞാൻ. ये उसके खिलाफ भड़काएगा उसे। തമ്പ്രാന്റെ കൈ കൊണ്ട് വരിക്കാൻ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. എന്തായാലും നേര് പറഞ്ഞിട്ട് ഞാള് മരിച്ചോളാം. തമ്പ്രാന്റെ മംഗലം നടക്കൂല അമ്പ്ര. നടക്കൂലേ? ഓ നടത്തൂല അമ്പ്ര. ഈ കണ്ണോണ്ട് ഇയാള് കണ്ടു, ഈ കൊച്ചുവേ. കാതോണ്ട് ഇയാള് കേട്ട്. कुछ भी ആ മാണിക്കനോളെ പിടിച്ച് മൊത്തം കൊടുത്തു അമ്പ്ര. അപ്പൊ കാണേ തമ്പ്രാൻ ഞാളെ ദൈവ. അപ്പക്കാൾ അമ്പ്രാനോട് നേരെ പറയും, തമ്പ്രാന് മംഗലം കഴിക്കുന്നതിൽ നല്ലത് ഏതെങ്കിലും കൈതേനെ കഴിക്കുന്നതെന്ന് ഓനോളോട് പറഞ്ഞു. തമ്പ്രാന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പിക്കപ്പ് എന്ന് പറയുന്ന എന്തോ ഒരു സാധനം പോയി, അതുകൊണ്ട് മക്കൾ ഉണ്ടാവില്ല എന്ന് ഓൻ പറഞ്ഞു. അത് കേട്ട് ഞാളെ നെഞ്ചു എത്തിപ്പോയി അമ്പ്ര. अपनी तरफ से कुछ भी जोड़ के बता रहा है। ഓനെ ഞാളെ കൂട്ടി നിർത്തി ചോദിക്കാം അമ്പ്ര. അപ്പൊ അറിയാല इतनी सारी चीजें को बता रहे हैं ചോള് इसको। പറയാ എന്നാ ഒളിച്ചോടാന്ന്. അപ്പൊ ഓൻ പറഞ്ഞ് അങ്ങനെ വേണ്ട, പൂട്ടി കുത്തി തുറന്ന് പൈസയും പണ്ടോ എടുത്തിട്ട് ഒളിച്ചോടാന്ന്. ഇന്നലെ തുടങ്ങിയല്ല അമ്പ്ര. सब झूठ बोल रहा है। പെണ്ണ് ബാവ ആ മാണിക്കനോളെ പറഞ്ഞ് മയക്കിയതാ. അപ്പൊ ഇത്രയും കാലം അവരെന്നെ കളിപ്പിക്കുകയായിരുന്നു. അവനും അവളും കൂടെ എന്റെ മുമ്പിൽ നാടകം കളിക്കുകയായിരുന്നു. നന്ദി കെട്ട നായേ. ചോറ് കൊടുത്ത കൈക്ക് കടിച്ച നായിന്റെ മോന്റെ ये भी सीरियसली बातों में विश्वास कर रहा नहीं। എന്ന് ചോദിക്കണം. നമ്മളെ പൊരക്കുന്നല്ല, ഈ നാട്ടിൽ നോടിക്കണം. തമ്പ്രാൻ ഒരൊറ്റ അപ്പന് പറഞ്ഞാണെങ്കിൽ അതാ ചെയ്യേണ്ടത്. ഇപ്പൊ വേണ്ട, ഒന്നിനെ എനിക്ക് വേണം. ഇനി അതെന്റെ വാശിയാ. മറ്റേതിനെ എന്ത് ചെയ്യണമെന്ന് उसके साथ ही हो। എവിടെയായിരുന്നു അർദ്ധരാത്രി വരെ? മാണിക്യം വീട്ടിലേക്ക് പോയി. അവിടെ ചിന്നുവിന്റെ നിശ്ചയ. പറഞ്ഞിട്ട് പോവാനായി സന്ധ്യോളം കാത്തിരുന്നു. शराबी क्या है यार। കുടിച്ചിട്ടുണ്ടോ നീ? ആ എന്നെ കൊണ്ട് ആ ചെറ്റയുടെ തല തൊട്ട് സത്യം ചെയ്യിച്ചില്ലേ കുടിക്കാൻ പാടില്ലെന്ന്. ഇനി ഞാൻ കുടിച്ചാൽ അവന്റെ തല ഇടുത്തി വീഴുമെന്ന് പെങ്ങള് പറഞ്ഞില്ലേ, അതൊന്ന് വീഴാൻ വേണ്ടിട്ടാ ഞാൻ കുടിച്ചേ. ഇതൊന്നും പറയരുത്. എല്ലാം അറിയാം, അറിഞ്ഞു. നീ ഒന്നും അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. കേട്ടതൊന്നും സത്യമായിരിക്കരുതെന്ന് ഞാൻ ആശിച്ചതാ. ഇപ്പൊ ഉറപ്പായി. ഞാൻ പറയുന്നത് മുഴുവൻ നീ കേൾക്കണം. വേണ്ട, നേരം ചേർന്നുള്ള കളിയായിരുന്നില്ലേ. ഞാനൊരു വിട്ടി എന്നെ ഒരു കോമാളി വേഷം കെട്ടിച്ച് കൂത്തടിച്ചു. എന്നിട്ട് ഞാൻ കാണാതെ പെങ്ങൾ ഓരോടൊപ്പം ഭാവത്തിൽ ചിരിച്ചില്ലേ. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. പാവ അവൻ. പാവം പാമ്പാണവൻ. ഊട്ടി കൈക്ക് തന്നെ അവൻ കടിച്ചു. ഇനി അവന് വേണ്ടി വക്കാലത്ത് പറയാൻ ആരും വരണ്ട. എനിക്ക് പെങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഇനി അവനും ഞാനും കൂടെ ഈ കൂരയ്ക്ക് കീഴ വേണ്ട. ഓംബ്ര എനിക്ക് അവളെ കിട്ടിയേ തീരൂ. അതിനാദ്യം അവൾ ആ മാണിക്കനെ വെറുക്കണം, എന്നാലേ അത് നടക്കും. ഞാളെ ചെറിയ ബുദ്ധിയിൽ ഒരു കാര്യം തോന്നുന്നുണ്ട്. ഞാളെ മാമന്റെ മോളില് ഉയിലി. ആ ഇവിടുത്തെ പണിക്കാരത്തി പെണ്ണ്. ഓ ഓക്ക് ഞാളോടല്ല, മാണിക്കനോടാ ബുദ്ധി. ഓനെ മംഗലം കഴിക്കാൻ ഓള് പരക്കം പായുന്ന കാര്യമുണ്ടല്ലോ, നാട്ടുപാട്ട. അതുകൊണ്ട് ഞാളെ ചെറിയ ബുദ്ധി തോന്നുന്ന കാര്യമാണ്. നീ കാര്യം തന്നെ പറയടാ. വീലീനെ കൊണ്ട് നാട്ടുകൂട്ടത്ത് പറയിപ്പിക്കുക. ഓക്ക് കേർപ്പാന്ന്.
ആളാരാന്ന് നാട്ടുകൂട്ടൻ ചോദിക്കും. अब पंचायत के पास क्यों लेके जा रहे हो इस मामले को? മാണിക്കനോട് പറഞ്ഞാ മതി. എന്നങ്ങനെ പറയുമ്പോ നാട്ടുകൂട്ട ഓള കൂടിയേ നിൽക്കും. മാണിക്കനോട് ഓളെ കെട്ടാൻ പറയും. ये इसकी बात सुने जा रहे ഓനോട് നാട് വിട്ട് ഓടാൻ उसकी हर बात पे विश्वास कर रहा है ഓടും. ആളെ ചെറിയ ബുദ്ധി തോന്നിയ കാര്യമാണ്. ഇതത്ര ചെറിയ ബുദ്ധിയൊന്നും അല്ലല്ലോടാ. അതോടെ കാർത്തുമ്പി തമ്പ്രാട്ടി ഓനെ വെറുക്കും, മറക്കും. കൊള്ളാം, ഒരു വേടിക്ക് രണ്ടു പക്ഷി. ഞാളെ ചെറിയ പുത്തിയില് പച്ചി മൂന്നാമ്പ്ര. അതേതാടാ മൂന്നാമത്തെ പക്ഷി? മാണിക്കന് ഓടിപ്പോയാല് കുയിലിപ്പെണ്ണ് പേച്ചവളായില്ല അമ്പ്ര. അതുകൊണ്ട് ഓളെ കെട്ടാൻ ആരും വരൂല. പേച്ചവളല്ലാന്ന് ഞങ്ങൾക്കറിയാല. അപ്പൊ ഞാള് പോയി ഓളെ കെട്ടും. कैसे कैसा आइडिया दे रहा है उसे അപ്പക്കാളെ. ഞാളെ ചെറിയ ബുദ്ധി തോന്നിയതാണ്. ദൈവം അറിഞ്ഞു തന്നെയാ നിനക്കൊന്നും വലിയ ബുദ്ധി തരാതിരുന്നത്. പക്ഷെ ആ കുയിലിപ്പെണ്ണ് സമ്മതിക്കൂടാ. ഒക്കെ മാണിക്കനോട് പൂതിയുള്ളത് കൊണ്ട് ഓള് സമ്മതിക്കും. തമ്പ്രാന് കാർത്തിമ്പിയോട് പൂതിയുള്ളത് കൊണ്ട് തമ്പ്രാൻ സമ്മതിപ്പിക്കണം. അവിടെയാണ് തമ്പ്രാന്റെ ചോണ കാണേണ്ടത്. ഞങ്ങൾക്ക് പേടിയാവണം തമ്പ്ര. നിന്റെ മനസ്സിൽ മാണിക്കനെ കുറിച്ചുള്ള മോഹം എത്രമാത്രം ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. ആ പെണ്ണ് അവനെ കൈവശം കൊടുത്ത് മയക്കി വെച്ചിരിക്കുക. നിനക്കവനെ വേണമെങ്കിൽ ഈ ഒരു വഴിയേ ഉള്ളൂ. നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുക. അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യത്തിന് ഞാൻ കൂട്ടു നിൽക്കുമോ? നീ ധൈര്യമായിട്ട് പറഞ്ഞു. കുറ്റക്കാരൻ എന്റെ ഒരു ബാല്യക്കാരനായതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനമെടുക്കുന്നത് ശരിയല്ല. ഗാന്ധാരി അമ്മയും മറ്റു പ്രമാണിമാരും ചേർന്ന് वो तो क्या ही डिसीजन ले वो तो वैसे भी കുയിലിപ്പെണ്ണിനെ പിഴപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം हैं? മാണിക്കനാണെന്ന് ബോധ്യായ നിലയ്ക്ക് അവൻ उसने തന്നെ कहा तो सही പിടിച്ചുകെട്ടി തെറ്റ് തിരുത്തണമെന്നാണ് ഞങ്ങൾ തീരുമാനം. किसने बोला ऐसे बोलने के लिए ആരുടെ ബുദ്ധിയാണ് ഈ ഗർഭത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ കെട്ടിക്കൊള്ളാം. ഞാൻ പിഴപ്പിച്ച പെണ്ണിനെ ഞാൻ തന്നെ വേണമല്ലോ കെട്ടാൻ. ഞാൻ കൂടെ പാർക്കാം. ഇവൾക്ക് ചെല്ലും ചെലവും കൊടുക്കാം. ഗർഭമുണ്ടെങ്കിൽ ഇവളെ പ്രസവിക്കുമല്ലോ. അപ്പൊ ഞാൻ കെട്ടാം. അഥവാ ഗർഭമില്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ലാത്തൊരു പെണ്ണിനെ ഭാര്യയാക്കി ഇനിയുള്ള കാലം മുഴുവൻ ജീവിക്കണമെന്ന് നിങ്ങൾ ആരെങ്കിലും പറയോ? നാട്ടുകൂട്ടത്തിന്റെ തീരുമാനത്തെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നോട് അല്പം കരുണ കാണിക്കണം. മാണിക്കന്റെ അപേക്ഷ ന്യായമാണെന്ന് തോന്നുന്നതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി എന്നാണ് ഞങ്ങളുടെ തീരുമാനം. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എനിക്കൊന്നും കേൾക്കാനില്ലെങ്കിലോ? ഇത്രയും വൃത്തികെട്ട ഒരുത്തനെയാണല്ലോ കൂടെ കൊണ്ടിടുന്ന ആലോചിക്കുമ്പോ എന്റെ തൊലി ഉരിയുക. ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത്. തീർന്നു എല്ലാം. പഴയ ബന്ധവും പറഞ്ഞ് മേലില്ല പടി ചവിട്ടിയാലുണ്ടല്ലോ. എനിക്കറിയായിരുന്നു എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന്, പക്ഷെ ഇത്രയും വിചാരിച്ചില്ല. अभी इसको बता रहा है वही चीज ആണക്കേട്. നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ വയ്യണ്ടായില്ലേ? താൻ കിടന്നിങ്ങനെ കഴിഞ്ഞിട്ടെന്താ കാര്യം? ഇനിയെങ്കിലും തുമ്പി ഒന്ന് മനസ്സിലാക്കണം. സൗന്ദര്യവും പ്രായവും നോക്കിയല്ല മനുഷ്യനെ സ്നേഹിക്കുന്നത്, മനസ്സ് നോക്കിട്ടാ. ഒരഹങ്കാരം പറയാനും और चलाई कुछ भी बता रहा उसको. हाँ ദ്രോഹമായി പോയി. അതെ, എന്ത് ചെയ്യാനാ? ഇപ്പോഴെങ്കിലും തരുന്നത് അറിഞ്ഞത് നന്നായി. ഇല്ലെങ്കിൽ ഇനിയും വലിയ ദ്രോഹങ്ങളാവും ചെയ്തേ. ഞാൻ നിന്റെ കാര്യാ പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്തു? സത്യം നിനക്കറിയാതിരിക്കില്ലല്ലോ. ഓഹോ, പെങ്ങക്ക് നോവുന്നുണ്ടല്ലേ? ഇത്രയും കാലം പെങ്ങളെന്ന് പറഞ്ഞു നടന്ന എന്റെ ഉള്ളു കലങ്ങിയപ്പോ പെങ്ങൾക്ക് മുണ്ടില്ല. എങ്ങോട്ടൊന്ന് വലിഞ്ഞു കയറി വന്ന ഒരു തെണ്ടിയെ കുറിച്ച് ഓർത്താ നിങ്ങക്ക് വേദന അല്ലേ? എനിക്ക് നീയും മണിക്കുട്ടനും ഒരുപോലെയല്ലേ? മണിക്കുട്ടൻ അത് നിങ്ങളുടെ ചത്തുപോയ മോനാ. ആ പേര് വിളിച്ചു വെച്ചിട്ട് അവൻ നിങ്ങളുടെ മോനാവില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിതം തുറച്ച നിങ്ങളുടെ അനിയനാ. അത് മറന്നിട്ട് അവനെ എന്നെ കൂടെ കൂട്ടിയാ കൂടില്ല. ഇങ്ങനെയൊന്നും നീ ഇതുവരെ എന്നോട് സംസാരിച്ചിട്ടില്ലല്ലോ. ഇല്ല, പെങ്ങളെന്നല്ലാതെ ഒരൊറ്റ അക്ഷരം ഞാൻ വിളിച്ചിട്ടില്ല. എനിക്കറിയാം. പക്ഷെ എന്നെ നോവിച്ചവന് വേണ്ടി എന്റെ പെങ്ങൾ കരയെന്ന് കാണുമ്പോ എനിക്ക് പൊള്ളും. അത്രയും സഹിക്കാനുള്ള മഹാമനസ്കര ഒന്നും സ്റ്റേഷനിലില്ല. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. നിനക്ക് എന്താ തോന്നുന്നെന്ന് വെച്ചാ ചെയ്തോളൂ. ഞാൻ നിന്റെ കൂടെ തന്നെയാ. ഈ നീ കഴിഞ്ഞേ വേറെ ആരും ഉള്ളൂ.